നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് AVR സെൻസർ ഇൻ്റർഫേസിംഗ് ആണ്. ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ, ദെൻ സിഗ്നൽ കണ്ടീഷനിങ്, ടെമ്പറേച്ചർ സെൻസർ, LM3435 AVR ഇൻ്റർഫേസിംഗ്, ദെൻ പ്രോഗ്രാമിംഗ് ലോജിക്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സെൻസർ ഇൻ്റർഫേസിങ്ങിൽ നമ്മൾ ടോട്ടലി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ട്രാൻസ്ഡ്യൂസർ എന്താണെന്നൊന്ന് പറഞ്ഞു പോവാം. ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റങ്ങളിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നതും വളരെ എസെൻഷ്യലായിട്ടും പ്രാധാന്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്നതുമായ കമ്പോണൻറ്റുകളാണ്. ആക്ച്വലി നമ്മുടെ റിയൽ വേൾഡിൽ ഉള്ള ഫിസിക്കൽ പാരാമീറ്ററുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള സ്റ്റാറ്റസുകൾ കളക്ട് ചെയ്ത് പ്രോസസ്സിംഗ് ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സർക്യൂട്ടുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് കമ്പോണൻറ്റുകളെ ആണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഫ്ലോ, സ്പീഡ് പോലെയുള്ള ഫിസിക്കൽ ഇൻഫോർമേഷനുകളെ പല സിസ്റ്റങ്ങളിലും സെൻസ് ചെയ്യപ്പെട്ട് മറ്റ് ചില പ്രത്യേക ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷനായിട്ട്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് പോലെയുള്ള മറ്റൊരു പാരാമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു എനർജിയെ മറ്റൊരു എനർജി ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന തരം ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ. അപ്പോൾ ടെമ്പറേച്ചർ, ഇപ്പോൾ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ടെമ്പറേച്ചർ സെൻസർ ആവശ്യമുണ്ട്, ബോഡി ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുന്നതിന്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ സെൻസറിൻ്റെ ആവശ്യമുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ, ഓട്ടോമൊബൈലുകളിൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകൾ, അതിനെയാണ് നമ്മൾ സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുക. പക്ഷേ ഈ ഡിവൈസുകളുടെയൊക്കെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന, റീഡ് ചെയ്യപ്പെടുന്ന ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ അത് ചിലപ്പോൾ ഒരു വോൾട്ടേജ് വേരിയേഷനായിട്ട്, അല്ലെങ്കിൽ ഒരു കറണ്ട് വേരിയേഷനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് വേരിയേഷനായിട്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസ് വേരിയേഷനായിട്ടൊക്കെ ആയിരിക്കും കൺവേർട്ട് ചെയ്ത് തരിക. അപ്പോൾ അങ്ങനെ വരുന്ന ഇൻഫോർമേഷനെയാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് ഈ പറയുന്ന പ്രോഗ്രാമബിൾ ഡിവൈസുകളുടെയൊക്കെ ഹെൽപ്പോട് കൂടി പ്രോസസ്സ് ചെയ്ത് മറ്റൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഡിവൈസുകളെയാണ് ജനറലി നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുക. ഫിസിക്കൽ ഡാറ്റയെ കളക്ട് ചെയ്ത് മറ്റൊരു എനർജി ലെവലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ്. നോർമലി ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപയോഗമെന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റങ്ങളിൽ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഉപയോഗം പറയുമ്പോൾ നമുക്ക് സിംപിളി പറയാൻ പറ്റും, അത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡാറ്റ അക്വിസിഷൻ. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്, ഡാറ്റ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്ത്. ഡാറ്റ മീൻസ് ഇൻഫോർമേഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തായിരിക്കാം ഇൻഫോർമേഷൻ? ഈ പറയുന്ന ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിരിക്കാം ഇൻഫോർമേഷനുകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്. ഈ ട്രാൻസ്ഡ്യൂസറുകൾ അല്ലെങ്കിൽ സെൻസറുകളുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സെൻസറുകളുടെയും ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെയും ഒരു കോമൺ നേച്ചർ എന്താണ്? ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണ് സർക്യൂട്ടിന് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്ക് സിഗ്നലുകളായിട്ട് കിട്ടിയാലേ രക്ഷയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസറുകളെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് സിഗ്നൽ കണ്ടീഷനിങ്. എന്താണ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് ചോദിച്ചാൽ, അത് കൺവേർഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട്സ് സച്ച് ആസ് എ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് എക്സെട്ര into a processor or controller readable format is called as signal conditioning. Conversion or modification of transducer outputs into controller readable format. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചറിനെയോ പ്രഷറിനെയോ ഫ്ലോയെയോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയോ എന്തിനെയെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു വോൾട്ടേജ് വേരിയേഷനായിട്ടോ, കറണ്ട് വേരിയേഷനായിട്ടോ, റെസിസ്റ്റൻസ് വേരിയേഷനായിട്ടോ, കപ്പാസിറ്റൻസ് വേരിയേഷനായിട്ടോ ആക്കിയാണ് അത് മാറ്റുക. അതൊരിക്കലും നമ്മളുടെ പ്രോസസ്സറുകൾക്ക്, CPU-വിന് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺട്രോളേഴ്സിന്
സ്പെസിഫിക്കലി മൈക്രോ കൺട്രോളറിന് ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. കാരണം അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം ഡിവൈസുകൾക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷന് സ്റ്റാൻഡേർഡ് ഫോമാറ്റുണ്ട്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ TTL ഫോർമാറ്റ് എന്ന് വെച്ചാൽ ബൈനറി ഫോമാറ്റിൽ സീറോസ് ആൻഡ് വൺസിൻ്റെ കളക്ഷനായിട്ട് ആ ഒരു സ്റ്റാറ്റസിലുള്ള സിഗ്നലിൽ മാത്രമേ ഈ പറയുന്ന ഡിവൈസുകൾക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെൻസറുകൾ തരുന്ന ഈ ഇൻഫോർമേഷനെ എടുത്ത് ഈ കൺട്രോളറിന് ഈ പറയുന്ന ഡിജിറ്റൽ ഡാറ്റ റീഡ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് വേണ്ടിയുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിഗ്നൽ കണ്ടീഷനിങ്. അതാണ് പറഞ്ഞത് കൺവേർഷൻ ഓർ ദ മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് ഇൻ ടു എ പ്രോസസ്സർ ഓർ കൺട്രോളർ റീഡബിൾ ഫോമാറ്റ് ഈസ് കോൾഡ് സിഗ്നൽ കണ്ടീഷനിങ്. അപ്പോൾ ഒരു എംബഡഡ് സിസ്റ്റത്തിൽ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുമ്പോൾ, ട്രാൻസ്ഡ്യൂസറുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കമ്പൽസറി ഏതെങ്കിലും തരത്തിൽ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിഗ്നൽ കണ്ടീഷനിങ്ങിൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലപ്പോൾ കറണ്ടിനെ ഒരു വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാവാം, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആവാം. സിഗ്നൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ വളരെ ഫീബിളായിട്ടുള്ള സിഗ്നൽ, വളരെ ചെറിയ മൈന്യൂട്ട് സിഗ്നലായിരിക്കാം സംടൈംസ് ചില ട്രാൻസ്ഡ്യൂസേഴ്സ് ഔട്ട്പുട്ടിൽ തരിക. സ്പെസിഫിക്കലി പറയുമ്പോൾ ഇപ്പോൾ ഈ ലോഡ്സ് അല്ലേ, നമ്മുടെ ഈ വെയിറ്റൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന വെയിങ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക കമ്പോണൻ്റാണ് ശരിക്കും ലോഡ് സെല്ല് എന്ന് പറയും. സ്ട്രെയിൻ ഗേജിൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ലോഡ് സെല്ല് അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ലോഡിനെ, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന മൈന്യൂട്ട് ഒരു കറണ്ട് വേരിയേഷനാണ്. അപ്പോൾ അതിനെ ഒരിക്കലും ഒരു സർക്യൂട്ടിൽ ഡയറക്റ്റ് എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സിഗ്നലിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതും ഒരു തരം സിഗ്നൽ കണ്ടീഷനിങ് ആണ്. പിന്നെ ഈ പറയുന്ന മൈക്രോ കൺട്രോളറിനോ ഡിജിറ്റൽ കൺട്രോളേഴ്സിനോ ഒക്കെ വേണ്ടി വരുന്ന ഡാറ്റയുടെ ഫോർമാറ്റ് ബൈനറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സീറോസ് ആൻഡ് വൺസിൻ്റെ ഗ്രൂപ്പ് ആയിരിക്കാം, ആ കളക്ഷൻ ആയിരിക്കാം, ആ ഒരു ഫോർമാറ്റിലാണ് വേണ്ടത്. 0 വോൾട്ട് 5 വോൾട്ട് റേഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ 2 സ്റ്റേറ്റ് ലോജിക്കിലേക്കുള്ള കൺവേർഷൻ, അതിനെയാണ് TTL സിഗ്നൽ കൺവേർഷൻ എന്ന് പറയുക. ട്രാൻസിസ്റ്റർ ലോജിക് എന്നാണ് TTL. അപ്പോൾ TTL സിഗ്നൽ കൺവേർഷൻ നടത്തുന്നത് ഒരുതരം സിഗ്നൽ കണ്ടീഷനിങ് ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ADC, അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺട്രോളേഴ്സ്. അതും ഒരു തരം സിഗ്നൽ കണ്ടീഷനിങ് പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഏത് തരം സെൻസറുകളുടെ ഇൻ്റർഫേസിങ്ങിലും ഇൻ ബിറ്റ്വീൻ ദ സെൻസർ ആൻഡ് കൺട്രോളർ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമാറ്റ് കൺവേർഷൻ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ സെൻസർ തരുന്ന ഔട്ട്പുട്ടിനെ കൺട്രോളറിൻ്റെ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നൽ കണ്ടീഷനിങ്. അപ്പോൾ ഒരു അനലോഗ് വേൾഡിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ഫ്ലോ ആവാം, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആവാം. ആ ഇൻഫോർമേഷനെ ഒരു ട്രാൻസ്ഡ്യൂസർ കളക്ട് ചെയ്യുന്നു. ആ ട്രാൻസ്ഡ്യൂസർ അതിനെ തരുന്ന ഔട്ട്പുട്ടിനെ മറ്റൊരു സർക്യൂട്ടിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു ഡിജിറ്റൽ ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്ത്, സപ്പോസ് ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ADCയിലൂടെ അത് മൈക്രോ കൺട്രോളറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊരു തരം സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ഒരു കോമൺ സീക്വൻസ്, ഒരു ജനറൽ സീക്വൻസ് ആണെന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ, സെൻസറുകൾ എന്താണ്, സിഗ്നൽ കണ്ടീഷനിങ് എന്താണ് എന്ന കാര്യം മുമ്പോട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ പറ്റി ഉള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ഇൻ്റർഫേസിംഗ് ആണ്. AVR മൈക്രോ കൺട്രോളറും ടെമ്പറേച്ചർ സെൻസറുമായിട്ടുള്ള ഇൻ്റർഫേസ്. സെൻസർ എന്ന് പറയുന്നത് വലിയ വൈഡ് കാറ്റഗറിയാണ്, വളരെ വലിയ ഒരു റേഞ്ചാണ്, ധാരാളം സെൻസറുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സെൻസറായ ടെമ്പറേച്ചർ സെൻസറിനെ മാത്രം എടുത്തൊരു ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്ന കമ്പോണൻറ്റുകളാണ്. ധാരാളം കമ്പോണൻറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ടും കോമൺ ആയിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പോണൻ്റാണ് തെർമിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ തെർമൽ റെസിസ്റ്റർ ആണ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ തെർമിസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യപ്പെടുമ്പോൾ ആ റെസിസ്റ്റൻസ് വേരിയേഷന് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല കാണിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു തെർമിസ്റ്റർ 29.490 K ഓംസ് ആണ്, കിലോ ഓംസ് ആണ് റെസിസ്റ്റൻസ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 25 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിയുമ്പോൾ 10 കിലോ ഓമായിട്ട് കുറയും.
അപ്പോൾ 25°C വേരിയേഷനിൽ 10 കിലോ ഓം റെസിസ്റ്റൻസാണ് ഒരു തെർമിസ്റ്റർ തരിക എന്നുണ്ടെങ്കിൽ അത് 50°C വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ തരുന്ന റെസിസ്റ്റൻസ് വേരിയേഷൻ എന്ന് പറയുന്നത് 3.893 ആണ്. അതായത് 25° എത്തിയപ്പോൾ 10 കിലോ ഓം ആയിരുന്നു, പക്ഷേ അത് 50° എത്തിയപ്പോൾ 3.89 ആയി. വീണ്ടും അത് 75°യിലേക്ക് മാറിപ്പോയാൽ 1.7 K തരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന തെർമിസ്റ്റർ പോലെയുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വേരിയേഷന് നമുക്ക് കൃത്യമായ ഒരു മെഷറിൽ മാനേജ് ചെയ്യുക പ്രാക്ടിക്കലല്ല. അത്തരം സാഹചര്യങ്ങളിൽ കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ളതും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ ടെമ്പറേച്ചർ സെൻസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇൻഡസ്ട്രി ചെയ്തിരിക്കുന്നത്. അത്തരം സെൻസറുകളിൽ വളരെ പ്രധാനപ്പെട്ടതും കോമൺ ആയിട്ടും ഉപയോഗിക്കുന്ന 2 സെൻസറുകളുണ്ട്. ഒന്ന് LM34 ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയും, മറ്റൊന്നിന് LM35 ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയും. LM34ഉം LM35ഉം അതിൻ്റെ കോഡുകളാണ്. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ പറയുക അത് പ്രിസിഷൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെമ്പറേച്ചർ സെൻസർ എന്നാണ്. പ്രിസിഷൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെമ്പറേച്ചർ സെൻസർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള സർക്യൂട്ടറി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കമ്പോണൻറ്റുകളും ഈ പറയുന്ന ഇൻഫോർമേഷൻ തരുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യപ്പെട്ട ടെമ്പറേച്ചറിനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്യൂട്ട് കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ സെൻസറുകൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ട്. ഇൻറ്റേർണലി തന്നെ ഈ പറയുന്ന സെൻസർ എന്ന കമ്പോണൻറ്റ് തന്നെ സെൻസിങ് എലമെൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ റോളും അതോടൊപ്പം തന്നെ ഒരുതരം സിഗ്നൽ കണ്ടീഷനിങ്ങും നടത്തുന്നുണ്ട് എന്ന് പറയാം ഒരു എക്സ്റ്റെൻറ്റ് വരെ. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസറുകൾ നോർമലി LM34 എന്ന സെൻസർ ആണെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുന്ന മെഷർ ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്പെസിഫിക്കലി ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനാണ് LM34 റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ കാലിബ്രേഷൻ ഒന്നും ഇല്ലാതെ LM34 എന്ന സെൻസറിന് VCCയും ഗ്രൗണ്ടും ഒരു വളരെ 3 ടെർമിനൽ ഡിവൈസാണ് ഈ സെൻസർ. റീഡ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ ഡിഗ്രി ഫാരൻഹീറ്റിനും 10 മില്ലി വോൾട്ട് അത് അനലോഗ് വോൾട്ടേജ് ഔട്ട്പുട്ട് തരും. എന്ന് വെച്ചാൽ LM34 സെൻസർ പ്രോപ്പറായിട്ട് ബയസ് ചെയ്ത് വെച്ചാൽ VCCയും ഗ്രൗണ്ടും കൊടുത്തു വെച്ചാൽ അതിന് മൂന്നാമതൊരു പിന്നു കൂടിയുണ്ട്. ഔട്ട്പുട്ട് പിന്ന് ഒരു 3 ടെർമിനൽ ഡിവൈസാണ്, 3 പിന്നുള്ളൊരു ഡിവൈസാണ്. ഈ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് പിന്നിൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ആണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മെഷർ ചെയ്തതെന്നുണ്ടെങ്കിൽ 10 മില്ലി വോൾട്ട് ഔട്ട്പുട്ട് തരും. അത് 2 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 20 മില്ലി വോൾട്ട്. അങ്ങനെ ഓരോ ഡിഗ്രി സെൽഷ്യസിനും 10 മില്ലി വോൾട്ടിൻ്റെ ഇൻക്രിമെൻറ്റ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി സെൽഷ്യസ് മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ LM34 ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സെൻസറാണ്. അതേപോലെ LM35 ടെമ്പറേച്ചർ സെൻസറുണ്ട്. ഇതും 34ൻ്റെ സിമിലർ നേച്ചറൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സെൽഷ്യസ് ടെമ്പറേച്ചറിനാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയാം. എന്ന് വെച്ചാൽ LM34 1 ഡിഗ്രി ഫാരൻഹീറ്റിന് 10 മില്ലി വോൾട്ട് എത്തിച്ച് തരുമ്പോൾ LM35 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് 10 മില്ലി വോൾട്ട് തരുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫാരൻഹീറ്റ് ആണെങ്കിലും സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും നമുക്ക് ഈ 2 സെൻസറുകളെയും ഒരേപോലെ തന്നെ ഉപയോഗപ്പെടുത്താം. തരുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ടെമ്പറേച്ചർ സെൻസേഴ്സാണ്. എംബഡഡ് സിസ്റ്റങ്ങളിൽ വളരെ ഫെമിലിയർ ആയതായതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ മറ്റ് സെൻസറുകളെ മാറ്റിവെച്ച് LM34 ഓർ 35നെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സെൻസർ വളരെ ചെറിയ ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റുകളുണ്ട്. BC548 128 എന്നൊക്കെ പറഞ്ഞ ചെറിയ ട്രാൻസിസ്റ്റർ ആ ഒരു കമ്പോണൻറ്റിൻ്റെ വലിപ്പമേ ഇതിനുള്ളൂ. വളരെ ചെറുതാണ്. 3 ലീഡുകളുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ 3 ലീഡുകളിൽ ഒന്നാമത്തെ ലീഡ് അതിൻ്റെ VCC ആണ്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജാണ്. 4 മുതൽ 20 വോൾട്ട് DC വരെ അതിനെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പിന്ന് അതിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ്.
ഔട്ട്പുട്ട് പിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിവൈസ് പവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അത് സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ സെക്കൻഡ് പിന്നിലൂടെ ഔട്ട് പിന്നിലൂടെ ആയിരിക്കും 10 മില്ലി വോൾട്ടിൻ്റെ ഇൻക്രിമെൻറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ പിന്ന് ഗ്രൗണ്ടാണ്. താഴെ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഡിവൈസിൻ്റെ ബോട്ടം വ്യൂ ആണ്. അതിൻ്റെ പിൻ കോൺഫിഗറേഷൻ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ പിന്ന് VCC ആണ്, രണ്ടാമത്തത് ഔട്ട്പുട്ടാണ്, മൂന്നാമത്തത് ഗ്രൗണ്ടാണ്. ഒന്നാമത്തെ പിന്നിൽ ഒരു 5 വോൾട്ടും തേർഡ് പിന്ന് ഗ്രൗണ്ടും ചെയ്ത് കഴിഞ്ഞ് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പിന്നിൽ ഇവനൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 0.3 വോൾട്ടെന്നോ അല്ലെങ്കിൽ 0.32 വോൾട്ടെന്നോ 0.35 വോൾട്ടെന്നോ ഒക്കെ കാണിക്കും. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി അത് അവിടെ കാണിക്കുന്നത് ഒരു വോൾട്ടേജ് മാത്രമാണ്, ടെമ്പറേച്ചർ അല്ല കാണിക്കുന്നത്. അവിടെ കിട്ടുന്ന വോൾട്ടേജിന് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, ഈ ഒരു ഡിവൈസിൻ്റെ നേച്ചർ പറയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു 3 ടെർമിനൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രിസിഷൻ ടെമ്പറേച്ചർ സെൻസറാണ്. ഓരോ ഡിഗ്രി സെൽഷ്യസിനും മാത്രം ഔട്ട്പുട്ടിൽ വേരിയേഷൻ കാണിക്കുന്ന ഒരു സെൻസറാണ്. LM34 ഫാരൻഹീറ്റ് LM35 ഡിഗ്രി സെൽഷ്യസിനും റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള 2 സെൻസറുകളുണ്ട്. ഈ സെൻസറുകളുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നുകളും അതിൻ്റെ കോൺഫിഗറേഷൻസും വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതും ഒരു മൈക്രോ കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനുള്ള കണക്ഷൻ ഡയഗ്രാമും കോൺഫിഗറേഷനും വളരെ സിമ്പിളായിരിക്കും എന്നുള്ളത്. കാരണം ഈ ടെമ്പറേച്ചർ സെൻസർ 34 or 35 ടെമ്പറേച്ചർ സെൻസർ തരുന്ന ഔട്ട്പുട്ട് 10 മില്ലി വോൾട്ട് ആണ്. 10 മില്ലി വോൾട്ടിൻ്റെ ഇൻക്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ വേരിയേഷനും 10 മില്ലി വോൾട്ട് വെച്ചിട്ട് 10 മില്ലി വോൾട്ടിൻ്റെ ഇൻക്രിമെൻറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അനലോഗ് വേരിയേഷനാണ് ആ തരിക. അപ്പോൾ അനലോഗ് വേരിയേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു AVR Atmega 32 കൺട്രോളറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ LM34 അല്ലെങ്കിൽ 35 ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഫസ്റ്റ് പിന്നെ VCC, അത് Atmega 32ൻ്റെ 5 വോൾട്ട് VCC തന്നെ ഹുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ പിന്നെ ഔട്ട്പുട്ട് പിന്നാണ്. മൂന്നാമത്തെ പിന്നെ ഗ്രൗണ്ടാണ്. ഇതിൽ ആ രണ്ടാമത്തെ ഔട്ട്പുട്ട് പിന്നെ അനലോഗ് വോൾട്ടേജ് ഔട്ട്പുട്ട് തരുന്ന പിന്നിനെ നമുക്ക് Atmega 32ൻ്റെ ADC ഇൻപുട്ട് ചാനലുകളിൽ ഏതെങ്കിലും ഒരു ചാനലിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാം. ഈ തരുന്ന 10 മില്ലി വോൾട്ട് ഔട്ട്പുട്ടിനെ ADC വഴി റീഡ് ചെയ്താൽ പ്രോഗ്രാമാറ്റിക്കലി ADCയിൽ കിട്ടുന്ന 10 മില്ലി വോൾട്ടിൻ്റെ വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ടെമ്പറേച്ചർ അവിടെ നിന്ന് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് മെഷർ ചെയ്ത് ഡിസ്പ്ലേ സിസ്റ്റത്തിലേക്കാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും രീതിയിലുള്ള കൺട്രോളിങ്ങിനാണെങ്കിൽ അങ്ങനെ അതിന് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് Atmega 32വിലേക്ക് ഒരു LM34 അല്ലെങ്കിൽ 35 ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് സൈഡിൽ വരുന്ന കോൺഫിഗറേഷനിൽ ഈ ഡിവൈസ് കണക്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ലോജിക്കലാണ്. കാരണം LM34 അല്ലെങ്കിൽ 35 എന്ന 3 ടെർമിനൽ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതിന് VCCയും ഗ്രൗണ്ടും മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. വേറെ എക്സ്റ്റേണൽ കാലിബ്രേഷന് വേണ്ടി മറ്റൊരു കമ്പോണൻറ്റും വരുന്നില്ല. അക്കാരണത്താൽ സെക്കൻഡ് പിന്നെ ഡയറക്റ്റ്, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഡയറക്റ്റ് ADC ഇൻപുട്ട് ചാനലിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ LM34 അല്ലെങ്കിൽ 35 തന്നെ പല പാക്കേജിൽ, കമ്പോണൻറ്റ് പാക്കേജിൽ അവൈലബിൾ ആണ്. ഒരു പാക്കേജ് TO92 പാക്കേജ് എന്ന് പറയും. അത് സാധാരണ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വളരെ കോമൺ പാക്കേജാണ്, സിലിക്കൺ ട്രാൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ. ആ പാക്കേജ് അതിൻ്റെ ബോട്ടം വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്ന പിൻ കോൺഫിഗറേഷന്. അത് തന്നെ TO220 എന്ന് പറയുന്ന മറ്റൊരു പാക്കേജ് കൂടെ അവൈലബിൾ ആണ്. ആ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ബോഡി സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സിങ്ക് കൂടി അതിൻ്റെ സർഫസിലുണ്ടാവും. ഏത് എന്തെങ്കിലും ഒരു സർഫസിലേക്ക് ഡയറക്റ്റ് ഈ പാക്കേജ് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ ഉപയോഗിക്കുന്ന 7805 7812 ഒക്കെ പോലെയുള്ള ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഒരു പാക്കേജിലാണ് ഇത് വരിക എന്ന് പറയാം. അത്തരം ആ ഒരു ടൈപ്പായിരിക്കും, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് അങ്ങനെയായിരിക്കും ഈ പറയുന്ന TO220 പാക്കേജ് ഇരിക്കുക. എന്താണെങ്കിലും ശരി, 2 പാക്കേജിലും ഉപയോഗപ്പെടുത്തുന്ന 3 ടെർമിനൽ കൺസെപ്റ്റ് തന്നെയാണ്. ഒന്ന് VCC, ഒന്ന് ഗ്രൗണ്ടാണ്, ഒന്ന് ഔട്ടാണ്. അപ്പോൾ പിൻ കോൺഫിഗറേഷനിൽ ചെറിയ വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ, TO92 ആണെങ്കിലും 220 ആണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇതിൻ്റെ ഡാറ്റ ഔട്ട് എന്ന സിംഗിൾ പിന്നിനെ ADC ചാനലിലേക്ക് ലിങ്ക് ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ Atmega 32വും LM34 അല്ലെങ്കിൽ 35 കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ, അതിൻ്റെ കണക്ഷൻ ഡയഗ്രത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. ഈ ഒരു ബേസിക് ഡയഗ്രാം തന്നെയാണ് അതിൻ്റെ
കോൺഫിഗറേഷൻ ഡീറ്റെയിൽ ഉള്ളത്. പിന്നെ അറ്റ്മഗ 32ൻ്റെ മിനിമം കോൺഫിഗറേഷൻ ആവശ്യം മറ്റ് കമ്പോണൻറ്റുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഓസിലേറ്റേഴ്സും പവർ സപ്ലൈയും, അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ സെൻസർ എങ്ങനെ അറ്റ്മഗ 32മായിട്ട് കണക്ട് ചെയ്യുന്നു, അറ്റ്മഗ 32ൻ്റെ ADC ചാനലുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് തന്നെ കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സെൻസ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനെ എല്ലാം 35 AVR മൈക്രോ കൺട്രോളറിൻ്റെ ADC ചാനലിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ AVRൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോടുകൂടി വേണമെങ്കിൽ നമുക്കതിനെ ആ ഇൻഫർമേഷൻ എടുത്ത് ഒരു LCD വഴി ഡിസ്പ്ലേ ചെയ്യിക്കാനൊക്കെ പറ്റും. അത് അതിൻ്റേതായ രീതിയിൽ പ്രോഗ്രാം ചെയ്യേണ്ടി വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രാക്ടിക്കൽ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ, ഒരു ടെമ്പറേച്ചർ ഡിസ്പ്ലേ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് LM3435 AVR മൈക്രോ കൺട്രോളർ കണക്ഷൻ ഡയഗ്രാം. ഇനി നമുക്ക് ഈ 3435 LM3435നെ പറ്റിയുള്ള കുറച്ചും കൂടെ വിശദീകരിച്ച് കുറച്ചും കൂടെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഉള്ളൂ പ്രോഗ്രാമാറ്റിക്കലി ഇതിൻ്റെ യൂട്ടിലൈസേഷനും സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനും മനസ്സിലാകത്തുള്ളൂ. LM34 അല്ലെങ്കിൽ 35 ഓരോ ഡിഗ്രി ടെമ്പറേച്ചറിനും 10 millivolt ഔട്ട്പുട്ടുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. 0 ഡിഗ്രിക്ക് 0 millivolt, 1 ഡിഗ്രിക്ക് 10 millivolt, 2 ഡിഗ്രിക്ക് 20 millivolt, അങ്ങനെയായിരിക്കും പോവാന്ന് പറയാം. നോർമലി ഈ ഒരു സെൻസറുകൾ 34 or 35 -50 ഡിഗ്രി മുതൽ +300 ഡിഗ്രി വരെയുള്ള റേഞ്ചിൽ വർക്ക് ചെയ്യും. എല്ലാ കമ്പോണൻറ്റുകൾക്കും ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ടാവും. ഏത് ഇലക്ട്രോണിക് കമ്പോണൻ്റ് എടുത്താലും ആ കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നതിന് ഉള്ള ഏരിയയിൽ വ്യത്യാസമുണ്ടാകും. ഹൈ പ്രഷർ ഏരിയയിൽ, ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയിൽ, ലോ ടെമ്പറേച്ചർ ഏരിയയിൽ, ഹൈ ടെമ്പറേച്ചർ ഏരിയയിലൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എല്ലാ കമ്പോണൻറ്റുകളും ഒരേപോലെ ആവില്ല ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു കമ്പോണൻറ്റിൻ്റെ ഡാറ്റാ ഷീറ്റിലൂടെ മാത്രമേ ഉള്ളൂ ആ കമ്പോണൻറ്റിൻ്റെ ഓപ്പറേഷൻ റേഞ്ചുകൾ കിട്ടത്തുള്ളൂ. അത് അവിടെ അതിൻ്റെ വോൾട്ടേജ് റേറ്റും കറണ്ട് റേറ്റിംഗ്, ടെമ്പറേച്ചർ എന്നുവേണ്ട എല്ലാ പാരാമീറ്റേഴ്സും അതിൻ്റെ മാനുഫാക്ചറേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻഫോർമേഷൻ നമുക്ക് ഡിസൈൻ ടൈമിൽ ആവശ്യമുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ ഇത് ഈ രണ്ട് സെൻസറുകൾക്കും ഏകദേശം ഒരു കോമൺ നേച്ചർ തന്നെയാണ് പല കാര്യങ്ങൾക്കും ഉള്ളത്. ഇതിൻ്റെ മെഷർ ചെയ്യാവുന്ന ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -50 ഡിഗ്രി മുതൽ +300 ഡിഗ്രി വരെയാണ്. നമ്മൾ ഈ ഡിവൈസിനെ AVRുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്ന ഒരു ലെവലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ AVRുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ AVRൻ്റെ ADCയെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. AVRൻ്റെ ADC നോർമലി 10-bit റെസൊല്യൂഷൻ ADC ആണ്. അറ്റ്മഗ 32 10-bit റെസൊല്യൂഷൻ ADC ആണ്. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റീഡ് ചെയ്യപ്പെടുന്ന ഒരു സ്പെസിഫിക് അനലോഗ് വാല്യൂവിനെ 10-bit വാല്യൂ ആയിട്ടാണ് ഈ പറയുന്ന AVR ഉള്ളിലുള്ള ADC കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ LM34 അല്ലെങ്കിൽ 35 ഓരോ ഡിഗ്രി സെൽഷ്യസിനും 10 millivoltൻ്റെ വേരിയേഷൻസ് തരുന്നു. AVRൻ്റെ ADC 10-bit ADC ആണ്. 10-bit റെസൊല്യൂഷൻ കൊണ്ട് AVRന് റെപ്രസെൻറ്റ് ചെയ്യാവുന്നത് 1024 ലെവലുകളാണ്. എന്ന് വെച്ചാൽ 1024 സ്റ്റെപ്സിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ 10 millivolt സ്റ്റെപ്പ് സൈസാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അറ്റ്മഗ 32വിൻ്റെ ഉള്ളിലുള്ള 10-bit റെസൊല്യൂഷൻ ADC ഉപയോഗിച്ചുകൊണ്ട് 10,240 millivolt വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഏകദേശം 10.14 വോൾട്ട് വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഒരു വൈഡ് റേഞ്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിലും ഇതിനൊരു ചില പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഉണ്ട് എന്ന കാരണത്താൽ ഇത്തരം ഇൻ്റർഫേസിങ് വരുമ്പോൾ ഇപ്പം 300 ഡിഗ്രിക്ക് 3 വോൾട്ട് ഔട്ട്പുട്ടായിരിക്കാം തരിക എങ്കിലും പ്രാക്ടിക്കലി നമ്മൾ ഇത്തരം ആവശ്യങ്ങളിൽ LM34നെയോ 35നെയോ അറ്റ്മഗ 32വുമായിട്ട് അല്ലെങ്കിൽ AVR കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ നമ്മൾ റഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റേർണൽ റഫറൻസായ 2.56 വോൾട്ട് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സെൻസർ ഔട്ട്പുട്ട് തരുമ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ കണ്ടീഷനിങ്ങിന് ശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ റേഞ്ച് മിനിമൈസ് ചെയ്ത് നിർത്താൻ പറ്റും എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ 2.56 വോൾട്ട് ഇൻറ്റേർണൽ റെഫറൻസാണ് നമ്മൾ ADCക്ക് പ്രോഗ്രാമാറ്റിക്കലി അസൈൻ ചെയ്തതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ADCയുടെ ഒരു സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 2.56 ഡിവൈഡഡ് ബൈ 1024.
അതായത് 1024 സ്റ്റെപ്പുകൾ പറ്റും 10 ബിറ്റ് കൊണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 2.5 മില്ലി വോൾട്ട്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് സൈസ് 2.5 മില്ലി വോൾട്ട് ആയിട്ട് തീരുമാനിക്കാം. അപ്പോൾ 2.56 ഇൻറ്റേർണൽ റെഫറൻസ് ആണ് നമ്മൾ AVRൻ്റെ ADCക്ക് അസൈൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ 2.5 മില്ലി വോൾട്ടിൻ്റെ സ്റ്റെപ്പ് സൈസ് ആയിരിക്കും ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈൽ ആവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻസർ തരുന്ന 10 മില്ലി വോൾട്ട് പെർ ഡിഗ്രി വേരിയേഷൻ ഇതിൻ്റെ 4 ഇരട്ടിയോളം ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് 4 ഇരട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈനറി വാല്യൂവിനെ ADC തരുന്ന വാല്യൂവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടെമ്പറേച്ചർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് 2.56 ഇൻറ്റേർണൽ റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ AVRൻ്റെ ADC 10 ബിറ്റ് ആയതുകൊണ്ട് 2.56/1024 2.5 മില്ലി വോൾട്ട് സ്റ്റെപ്പ് സൈസിലേക്ക് നമുക്ക് ചേഞ്ച് ആവാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ സെൻസർ 10 മില്ലി വോൾട്ട് പെർ ഡിഗ്രി ഔട്ട്പുട്ട് തരുമ്പോൾ നമുക്ക് 2.5 മില്ലി വോൾട്ട് മാത്രമാണ് സ്റ്റെപ്പ് സൈസ് എന്ന കാരണത്താൽ സെൻസർ തരുന്ന ഔട്ട്പുട്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 മില്ലി വോൾട്ട് എന്ന് പറയുന്നത് 2.5 × 4 ആണ്. അപ്പോൾ അതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആക്ച്വൽ ടെമ്പറേച്ചറിലേക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ ഫാരനൈറ്റ് ആണ് നമ്മുടെ സെൻസർ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് കരുതുക. നമ്മളുടെ റഫറൻസ് വോൾട്ടേജ് 2.56 ആണ്. AVRൻ്റെ ഇൻറ്റേർണൽ റെഫറൻസ് ആണ്. എക്സ്ട്രാ റെഫറൻസ് എക്സ്റ്റേണലി ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റിൽ സ്വാഭാവികമായിട്ടും തരുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളും 0 ആണ്. സ്വാഭാവികമായിട്ടും ബൈനറി ഫോർമാറ്റിൽ ADCയിൽ നിന്ന് കിട്ടുന്ന 10 ബിറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും 0 ആയിരിക്കും. ഇനി 1 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രിക്ക് സെൻസർ തരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ LM34 തരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ 35 തരുന്ന ഔട്ട്പുട്ട് 10 മില്ലി വോൾട്ടാണ്. 1 ഡിഗ്രി ഫാരൻഹീറ്റിന് 10 മില്ലി വോൾട്ട് ഔട്ട്പുട്ട് തരും. അത് 4 സ്റ്റെപ്പുകൾക്ക് ഈക്വലാണ്. 2.5 മില്ലി വോൾട്ടാണ് സ്റ്റെപ്പ്, കാരണം 2.56 ആയതും കാരണത്താൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ADC തരുന്ന ഔട്ട്പുട്ട് ഈ പറയുന്ന ഈ 10 ബിറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് 00 00 000 100 ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും ആക്ച്വൽ ടെമ്പറേച്ചർ ഇൻ ബൈനറി. എന്ന് വെച്ചാൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ADC വാല്യൂവിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ഡിഗ്രി എന്നുള്ളത് ഇവിടെ ബൈനറിയിൽ അവൈൽ ആവും. അതുപോലെ തന്നെ 2 ഡിഗ്രിയാണ് മെഷർ ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ 20 മില്ലി വോൾട്ട് ഔട്ട്പുട്ട് തരും. ആ 20 മില്ലി വോൾട്ടിനെ നമുക്ക് 8 സ്റ്റെപ്പുകളുണ്ട്. 10 മില്ലി വോൾട്ടിന് 4 സ്റ്റെപ്പാണെങ്കിൽ 20 മില്ലി വോൾട്ടിന് 8 സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ അവിടെ അപ്പോൾ കിട്ടുന്ന ഇൻഫോർമേഷനെ നമ്മൾ അഗൈൻ ഡിവൈഡഡ് ബൈ 4 എടുത്താൽ 10, ദാറ്റ് മീൻസ് നമുക്ക് 2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ 3 എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 എന്ന് തന്നെ കിട്ടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 100ലേക്ക് പോവുകയാണെങ്കിൽ അത് 1000 ആയിരിക്കും. നമ്പർ ഓഫ് സ്റ്റെപ്സ് 400 വരും. ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഈ പറഞ്ഞ ടെമ്പറേച്ചർ റീഡ് ചെയ്യപ്പെടുമ്പോൾ ടെമ്പറേച്ചർ സെൻസർ തരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഇൻറ്റേർണൽ റെഫറൻസ് വാല്യൂ കുറച്ച് വെച്ച് ഇങ്ങനെ റീഡ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ലോജിക്കാണ്. ഇത് പ്രോഗ്രാമിലാണ് ഇതിൻ്റെ ആവശ്യം വരിക. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സംബന്ധമായ ഒരു സെഷനിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മെത്തേഡ് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പോയാൽ കാര്യം മനസ്സിലാവും. 2.56 ഇൻറ്റേർണൽ റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2.5 മില്ലി വോൾട്ട് സ്റ്റെപ്പ് റേഞ്ചിലേക്ക് മാറുന്നു. ആ കാരണത്താൽ കിട്ടുന്ന 10 മില്ലി വോൾട്ടിൻ്റെ 4/1 ആക്കി മാറ്റിയാലേ ആക്ച്വൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. അതുമാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്ന ലോജിക്ക്. ഈ ഒരു ടേബിൾ ക്ലാരിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് LM34 അല്ലെങ്കിൽ LM35 സെൻസറുകൾ AVRുമായിട്ട്
ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ കണക്ഷൻ ഡയഗ്രാം വളരെ സിമ്പിളാണ് എന്ന കാരണത്താൽ അതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിലൂടെ ഈ ഒരു സെഷനിൽ ടോട്ടലി ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ, അതിൻ്റെ ബിഹേവിയർ എന്താണ്, അത് തരുന്ന ഔട്ട്പുട്ട് എന്താണ്, ആ ഔട്ട്പുട്ടിൻ്റെ നേച്ചർ എന്താണ്. ദെൻ രണ്ടാമത് സിഗ്നൽ കണ്ടീഷനിങ്. എന്താണ് സിഗ്നൽ കണ്ടീഷനിങ്? സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗ്നൽ മോഡിഫിക്കേഷൻ്റെ ആക്ച്വൽ നീഡ് എന്താണ്. ട്രാൻസ്ഡ്യൂസർ തരുന്ന ഔട്ട്പുട്ടിനെ കൺട്രോളേഴ്സിന് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോസസ്സിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഇൻഫർമേഷൻ ഓർ ആ സിഗ്നലിനെ മോഡിഫൈ ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സിഗ്നൽ കണ്ടീഷനിങ്. നമ്മൾ അന്നേരം പറഞ്ഞതുപോലെ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആവാം, സിഗ്നൽ കൺവേർഷൻ ആവാം, വോൾട്ടേജ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർഷൻ ആവാം, TTL സിഗ്നൽ കൺവേർഷൻ ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ADC ആവാം. എല്ലാം തന്നെ സിഗ്നൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു മെത്തേഡുകളാണ്. ദെൻ ടെമ്പറേച്ചർ സെൻസർ, കൺവെൻഷണൽ സെൻസറായ തെർമിസ്റ്ററിൻ്റെ ലിമിറ്റേഷനും LM3435 എന്ന് പറയുന്ന പ്രിസിഷൻ ഇൻ്റഗ്രേറ്റഡ് സെൻസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും അവിടെ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ LM3435ൻ്റെ പിൻ കോൺഫിഗറേഷൻ, അതിൻ്റെ സിഗ്നലുകൾ, അത് AVR മൈക്രോ കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ADC ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്കും മറ്റു കാര്യങ്ങളും. ദെൻ പ്രോഗ്രാമിങ്ങിൽ ഈ പറയുന്ന 34 or 35 തരുന്ന ഔട്ട്പുട്ടിനെ പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില ലോജിക്കുകൾ, ഇത്രയും കാര്യങ്ങളാണ് വരിക. സെൻസർ ഇൻ്റർഫേസിങ് എന്ന് പറഞ്ഞാൽ പലതരം സെൻസറുകൾക്കും ഓരോ നേച്ചറായിരിക്കും. ആ നേച്ചറിനനുസരിച്ച് തന്നെ ഓരോ സെൻസറുകളും ഇൻ്റർഫേസ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലും മെത്തേഡിലും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ 34, 35 എന്ന രണ്ട് ടെമ്പറേച്ചർ സെൻസറുകളുടെ ഒരു കോമൺ ബിഹേവിയറുള്ള സെൻസറിനെ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ സെൻസറിൻ്റെ ഇൻ്റർഫേസിങ് മെത്തേഡ് മാത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. മറ്റ് സെൻസറുകളിലേക്ക് വരുമ്പോൾ ആ ഓരോ സെൻസറിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുള്ള സർക്യൂട്ട് വേരിയേഷനും പ്രോഗ്രാമിംഗ് വേരിയേഷനും ഉണ്ടാവുമെന്ന് പറയാം. താങ്ക് യു.